അലമീൻ വെൽക്കം ആൻഡ് വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോടൊപ്പം പൗരത്വ നിയമ ഭേദഗതിയുടെ പ്രതിഷേധവും കൂടി ആവുന്നതോടെ തലസ്ഥാന നഗരി പതിവ് പോലെ രാഷ്ട്രീയമായി ചൂടുപിടിക്കും. എന്തൊക്കെയാണെന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? എപ്പോഴാണ് രാജ്ഭവൻ മാർച്ച് നടക്കുക? വലിയ ശക്തമായൊരു രാജ്ഭവൻ മാർച്ചിനുള്ള ഒരു സന്നാഹമാണോ ഒരുങ്ങുന്നത്? യൂത്ത് കോൺഗ്രസ് അടക്കം വളരെ ആക്റ്റീവായി രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ടോ? കാരണം മറുഭാഗത്ത് ഇടതുമുന്നണിയും സർക്കാരും പൗരത്വ നിയമ ഭേദഗതിയിലെ പ്രതിഷേധം പ്രഖ്യാപിച്ച് ഒരു പടി മുന്നിൽ കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ UDF-നും കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കായി പ്രതിഷേധം ശക്തിപ്പെടുത്താതെ തരമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാവർക്കും ആവശ്യപ്പെട്ടതാണ്. ഒപ്പം തന്നെ അതിനകത്തൊരു നിലപാടും സ്വീകരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് തലസ്ഥാനത്ത് നിന്ന് പ്രതിഷേധ പരിപാടികൾക്കുള്ള സാധ്യത? അരുൺകുമാർ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അത് നിയമയുദ്ധത്തിൻ്റെ വഴിയിലും തെരുവ് യുദ്ധത്തിൻ്റെ വഴിയിലും സജീവമാക്കുകയാണ് രാഷ്ട്രീയ കക്ഷികൾ. ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് രാജ്ഭവനിലേക്ക് വലിയ രീതിയിലൊരു പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ആ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യും. പരമാവധി പ്രവർത്തകരെ രംഗത്തിറക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് മാത്രമല്ല, 12 മണിക്കാണ് ഈ മാർച്ച്. അതിനു മുൻപ് തന്നെ KPCC നേതൃയോഗം ഇന്ദിരാഭവനിൽ ചേരുന്നുണ്ട്. KPCC ഭാരവാഹികൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, DCC അധ്യക്ഷന്മാർ തുടങ്ങി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട്, പല മേഖലകളിലുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് നടക്കുന്നത്. ഈ യോഗത്തിൻ്റെയും പ്രധാനപ്പെട്ട അജണ്ട CAA വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഏതു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിലുള്ള ചർച്ച തന്നെയാണ്. നിയമവഴി തേടുന്നത് അടക്കമുള്ള കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചർച്ചയാകും. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഈ പ്രതിഷേധത്തെ ഏതു രീതിയിൽ കൈകാര്യം ചെയ്യണം, ഈ വിഷയത്തെ ഏതു രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാകും. യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അത് വലിയ രീതിയിൽ ഇടതുപക്ഷം ആയുധമാക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് അതിന് പറയുന്ന മറുപടി, UDF അതിന് പറയുന്ന മറുപടി, കഴിഞ്ഞ 2019 ഈ നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിച്ചിരുന്നു. അന്ന് പലതരത്തിലുള്ള കേസുകൾ സംസ്ഥാനത്ത് കേരള പോലീസ് ഈ വിഷയത്തിലെടുത്തിരുന്നു. ഏതാണ്ട് 800ഓളം കേസുകൾ എടുത്തിരുന്നു. ആ കേസുകളൊക്കെ പിൻവലിക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയെങ്കിലും ഏതാണ്ട് 69 കേസുകൾ മാത്രമാണ് പിൻവലിച്ചത്. അതുതന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ഇടതുമുന്നണിയുടെയും നിലപാടിലെ പൊള്ളത്തരമായി UDF-ഉം കോൺഗ്രസും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷവുമായി ചേർന്നൊരു സമരത്തിനില്ല എന്നുള്ളതാണ് കോൺഗ്രസും UDF-ഉം ആവർത്തിക്കുന്നത്. പക്ഷേ അതിനെ വലിയ രീതിയിൽ ഇടതുപക്ഷം ആയുധമാക്കുന്നുണ്ട്. ഇന്നലെ MP ഗോവിന്ദനടക്കം ആ വിഷയത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ആയുധം, വലിയ തരത്തിലുള്ള വിഷയങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ആവനാഴിയിലുണ്ടായിരുന്നു. അത് സിദ്ധാർത്ഥൻ്റെ മരണം, വിലക്കയറ്റം, ശമ്പളം മുടക്കം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷത്തെയും പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസും UDF-ഉം ആസൂത്രണം ചെയ്യുമ്പോഴാണ് ഈ ഒരു വിഷയം, പൗരത്വ ഭേദഗതി നിയമം വീണ് കിട്ടിയിരിക്കുന്നത്. അതിലൂന്നി സർക്കാർ വിരുദ്ധ പ്രചരണങ്ങളെ മറികടക്കാനാണ് ഇടതുപക്ഷവും സർക്കാരും ശ്രമിക്കുന്നത്. അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള പ്ലാൻ ബിയും കോൺഗ്രസ് ആലോചിക്കും. ഇന്ന് ചേരുന്ന കോൺഗ്രസിന്റെ നേതൃയോഗം ആ അർത്ഥത്തിൽ വളരെ നിർണായകമാണ്. നേതൃയോഗത്തിന് പിന്നാലെ ഇന്ന് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ചും നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം, ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ മുസ്ലിം വിഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, പൗരത്വത്തിന് അപേക്ഷിക്കുന്ന ആളുകൾ കേരളത്തിലുള്ളതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമില്ല. പക്ഷേ എന്നാൽ പോലും അത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമാണ്. ും രാഷ്ട്രീയ കക്ഷികളും അതിനെ കാണുന്നത്. ദേശീയ തലത്തിൽ തന്നെ മതത്തിന്റെ പേരിൽ പൗരത്വം നിശ്ചയിക്കുന്നത് ഭേദഗതിയിലെ ചട്ടങ്ങളുടെ ഭേദഗതിയും വിജ്ഞാപനവും ഒക്കെ വന്നത് ഒരർത്ഥത്തിൽ സർക്കാരിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. കാരണം സർക്കാരിനെതിരെ പ്രതിഷേധം തിരിച്ചുവിടുന്ന ഘട്ടത്തിലാണ് പൗരത്വ നിയമ ഭേദഗതി വരുന്നത്. ഒരുമിച്ച് എന്തായാലും ഒരു സമരം ചെയ്യാനില്ല എന്ന് കോൺഗ്രസും UDF-ഉം വ്യക്തമായി കഴിഞ്ഞു. കാരണം അതിനുള്ളിലെ ഒരു രാഷ്ട്രീയമായ അപകടം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ അത് ആ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് അടക്കം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം നടത്തുന്നില്ല എന്നതാണ് CPM-ൻ്റെ ഒരു വിമർശനമുള്ളത്. അതുകൊണ്ട് സർക്കാർ തൽക്കാലം ഈ പ്രതിപക്ഷത്തിൻ്റെ സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അലമീൻ പറയുന്നത്. അത് ശരിയുമാണ് ഒരർത്ഥത്തിൽ. എന്തായാലും പൗരത്വ നിയമ ഭേദഗതി ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തീരുമോ, വരുന്ന ദിവസങ്ങളിൽ അത് തുടരുമോ എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അലമീൻ, ഒരു കാര്യം കൂടി ഞാനൊന്ന് ചോദിക്കാം. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് മൊത്തത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥ? ഞങ്ങളിപ്പോൾ കൊട്ടാരക്കരയാണ് നിൽക്കുന്നത്. ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും അവിടുത്തെ അടിയൊഴുക്കുകളൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ വരുന്നു, ശശി തരൂരുണ്ട്, രാജീവ് ചന്ദ്രശേഖറുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ കളം മാറുന്നു. അതിനിടയ്ക്കൊരു വാർത്ത വരുന്നുണ്ട്. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവുമായി BJP നേതൃത്വം ചർച്ച ചെയ്യുകയാണ്. കൊല്ലത്തെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കാനൊരു വാർത്ത വരുന്നുണ്ട്. വാർത്ത വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്നല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഒന്നും പറയാനും വയ്യാത്തൊരു സാഹചര്യമാണ്. പത്മജി അടക്കം കൊണ്ട് മറിയുന്നൊരു ഘട്ടമുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടോ? അല്ലമീൻ, എന്തെങ്കിലും മണം തറഞ്ഞിട്ടുണ്ടോ?
സാധാരണ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം ഉയർന്നു വരുന്ന ഒരു സൂചനയാണ്. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് ചില നേതാക്കൾ, പേര് ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്കത് കൃത്യമായ ഒരു വിവരം ലഭിക്കാതെ പേരുകൾ പറയുന്നത് അല്ലെങ്കിൽ അവരിലേക്ക് ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. പക്ഷേ ചില നേതാക്കൾ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ തന്നെ തങ്ങൾ ഇപ്പോൾ BJP-യിലേക്ക് പോകും, നാളെ BJP-യിലേക്ക് പോകുമെന്ന് ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പലപ്പോഴും പുറത്തു വരാറുണ്ട്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും സമാനമായി തന്നെ ഉണ്ടായിരുന്നൊരു പ്രചരണമാണ്. അതുകൊണ്ട് അത് ഒരു പ്രചരണം മാത്രമാണോ, അതിനപ്പുറത്തേക്ക് എത്ര കണ്ട ചർച്ചകൾ നടന്നിട്ടുണ്ടോ, വസ്തുതയുണ്ട് എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ഈ കോൺഗ്രസ് ബീറ്റാണ് കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കോൺഗ്രസ് നേതാവും അദ്ദേഹത്തിൻ്റെ അനുയായികളും വിളിച്ചിട്ട്, സാർ ഇന്ന് വൈകുന്നേരം BJP-യിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ വാർത്ത കൊടുത്തോ, തിരുവനന്തപുരത്ത് വലിയ തരത്തിൽ അദ്ദേഹത്തോടൊപ്പം അനുയായികൾ പോകുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് അനുയായികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വർഷം 2 കഴിഞ്ഞിട്ടും ആ നേതാവ് ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ 1, 2, 3 നേതാക്കൾ ഉണ്ട് ഇങ്ങനെ BJP-യിലേക്ക് പോകാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ നേതൃത്വത്തെയൊക്കെ സമ്മർദ്ദത്തിലാക്കുന്ന ചില നേതാക്കളുണ്ട്. ആ സമ്മർദ്ദ തന്ത്രത്തിനപ്പുറത്തേക്ക് ഈ പറയുന്ന വാർത്ത അല്ലെങ്കിൽ ഈ ചർച്ചകൾ നടന്നിട്ടുണ്ടോ, അങ്ങനെ തിരുവനന്തപുരത്തെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ് കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയായി മാറുമോ എന്നതൊക്കെ ഏതായാലും വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ട കാര്യങ്ങളാണ്. പക്ഷേ BJP ഏതായിരുന്നാലും വല വിരിച്ചിട്ടുണ്ട്, വലിയ രീതിയിൽ ശേഷമുള്ള മറ്റൊരു പൊളിറ്റിക്കൽ സസ്പെൻസ് ആവും. നമ്മളിപ്പോൾ നിൽക്കുന്ന മാവേലിക്കര മണ്ഡലത്തിലെ ബൈജു കലാശാല തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി 2016 മത്സരിച്ചയാളാണ്. അയാളാണ് 2024 ആകുമ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ വരുന്നത്. എന്നാലും വല്ലഭീൻ പറഞ്ഞതുപോലെ അങ്ങനെ ചില വർത്തമാനങ്ങൾ ഞാനും കേട്ടു, നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ല. അതുകൊണ്ട് ആ നേതാവിൻ്റെ പേര് നമ്മൾ പറയുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഇത്തരം അഭ്യൂഹം വളരെ ശക്തമാണ്. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരു പക്ഷേ BJP-യിലേക്ക് എത്തി കൊല്ലത്ത് മത്സരിച്ചേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ്.